യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, ആയത്ര ആഴമേ യേശുവിൻ സ്നേഹമേ. ആയതിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ, ആയതിൻ ധ്യാനമെൻ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയാൽ എന്നെയും യോഗ്യനായി എണ്ണീയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണീയ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ, സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ, സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സ്വർഗീയ താതനിൻ വേലയും തികച്ചു, സ്വർഗീയ താതനിൻ വേലയും തികച്ചു. സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ, സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ സമ്പൂർണ്ണനാക്കിടും എന്നെയും തന്നെ പോൽ. അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ സമ്പൂർണ്ണനാക്കിടും എന്നെയും തന്നെ പോൽ. ശത്രുവമെന്നെയും താൻ സ്വന്തമാക്കിയ, ശത്രുവമെന്നെയും താൻ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപമിൻ അതുല്യ സ്നേഹമേ, സ്നേഹസ്വരൂപമിൻ അതുല്യ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം
ചിന്താതീതമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിണ്ടൂരർക്കും പാടാൻ അസാധ്യമേയത്. വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിണ്ടൂരർക്കും പാടാൻ അസാധ്യമേയത്. കാൽവരിഗിരിയിൽ കാൽക്കാരം തുളച്ച, കാൽവരിഗിരിയിൽ കാൽക്കാരം തുളച്ച കുഞ്ഞാടാം പ്രിയനിൻ സ്നേഹമെൻ ഗാനമേ, കുഞ്ഞാടാം പ്രിയനിൻ സ്നേഹമെൻ ഗാനമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 90-ാം സങ്കീർത്തനം 12-ാം വാക്യം. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ആ 90-ാം സങ്കീർത്തനത്തിൽ തുടങ്ങുന്നത് തന്നെ, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. മരണസമയത്ത് ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതം വിട്ട് നിത്യതയിലേക്ക് മാറ്റപ്പെടുന്ന സമയത്ത് ദൈവദാസൻ തൻ്റെ സഹോദരൻ്റെ ആ ശവസംസ്കാര വേളയിൽ വേദന പുരണ്ടതായ ചിന്തകളും ധ്യാനങ്ങളും ദൈവപാദത്തിൽ സമർപ്പിക്കുകയാണ്. അവിടെ മോശ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് 12-ാം വാക്യത്തിൽ, അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. കഴിഞ്ഞ കുറേയേറെ നാളുകളായി തുടരെ നാം ചിന്തിച്ചു വരുന്ന വിഷയമാണ് മരണാനന്തര അവസ്ഥ, മരണത്തിന് ശേഷമുള്ളതായ അവസ്ഥ. ആ ഒരു വിഷയം പരിചിന്തനം ചെയ്യുവാനായി നാം 7 ചോദ്യങ്ങൾ തിരുവചനത്തിൽ നിന്ന് എടുക്കുകയും ആ 7 ചോദ്യങ്ങൾക്കും തിരുവചനം തന്നെ തരുന്ന മറുപടി ശ്രദ്ധിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുകയുണ്ടായല്ലോ. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ? രണ്ടാമത്തെ ചോദ്യം, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മൂന്നാമത്തെ ചോദ്യം, തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുള്ളൂ? 4, ജീവിച്ചിരുന്ന് മരണം കാണാതെയിരിക്കുന്ന മനുഷ്യൻ ആര്? 5-ാമത്തെ ചോദ്യം, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? 6, നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? 7, മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ? നാം സ്തുതിയെക്കുറിച്ച് ഒടുവിലായി ചിന്തിച്ചു വരികയായിരുന്നു. സ്തുതി ബന്ധനങ്ങൾ അഴിയുമ്പോഴാണ് എന്ന് നാം മനസ്സിലാക്കി. സാത്താൻ്റെ ബന്ധനം അഴിയുമ്പോൾ, പാപത്തിൻ്റെ ബന്ധനം അഴിയുമ്പോൾ, രോഗത്തിൻ്റെ ബന്ധനം അഴിയുമ്പോൾ, മനുഷ്യജീവിതത്തിൽ പൈശാചികൻ്റെ കെണികളിൽ നിന്ന് മുക്തി പ്രാപിക്കുമ്പോൾ, അപ്പോഴാണ് ആത്മാവിൻ്റെ ആരാധന, അപ്പോഴാണ് ആത്മാവിൻ്റെ സ്തുതി എന്ന് നാം ഗ്രഹിക്കുകയായിരുന്നു. ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് നാം എല്ലാവരും മാറ്റപ്പെടും. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം ഒരു നിത്യതയുണ്ട് എന്ന് നാം തിരുവചനത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കി. തീർച്ചയായും മരണത്തോടെ കാര്യങ്ങൾ അവസാനിക്കുകയല്ല, അതിനുശേഷം ഒരു നിത്യതയുണ്ട്.
ആ നിത്യത ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം എന്ന് കരുണയുള്ള കർത്താവ് തന്നെ കൽപ്പിച്ചരുളി ചെയ്തിട്ടുണ്ട്. സിസ്റ്റർ മേരി ബെനീജ്ഞ എന്ന് പറയുന്ന സുപ്രസിദ്ധ കവയിത്രി ഇങ്ങനെയൊരു ശ്ലോകം ചൊല്ലിയിട്ടുണ്ട്. ഒരു ശാശ്വത സുപ്രഭാതമുണ്ടത് കണ്ടെത്തുകിലോ ജയിച്ചു നാം, അതിനപ്പുറമില്ല തേങ്ങലും നെടുനിശ്വാസവും ഒന്നുമാർക്കുമേ. ഒരു ശാശ്വത സുപ്രഭാതമുണ്ട് നമുക്കെല്ലാവർക്കും. മേരി ജോൺ തോട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, പിൽക്കാലത്ത് സിസ്റ്റർ മേരി ബെനീജ്ഞ എന്ന് അറിയപ്പെട്ട വളരെ വിശ്രുതയായ കവയിത്രി അതിമനോഹരമായ ചിന്താബന്ധുരമായ ആ കാവ്യശീലുകളിലൂടെ പകർത്തി കാണിക്കുന്നത് മരണശേഷം ഒരു സുപ്രഭാതത്തിലേക്ക് മനുഷ്യൻ നീങ്ങുന്നു എന്നാണ്. ഒരു ശാശ്വത സുപ്രഭാതമുണ്ട്, അത് കണ്ടെത്തുകയിലോ ജയിച്ചു നാം. ആ സുപ്രഭാതം കണ്ടെത്തിയാൽ നാം ജയിച്ചു. ആ സുമനോഹരമായ സുശോഭനമായ ആ സുപ്രഭാതത്തിൽ എത്തിച്ചേർന്നാൽ, സ്വർഗതീരത്ത് എത്തിച്ചേർന്നാൽ എങ്കിൽ നാം ജയിച്ചു എന്നാണ് കവയിത്രി അവിടെ പാടുന്നത്, പ്രകീർത്തിക്കുന്നത്. ഒരു ശാശ്വത സുപ്രഭാതമുണ്ട്, അത് കണ്ടെത്തുകയോ ജയിച്ചു നാം, അതിനപ്പുറമില്ല തേങ്ങലില്ല. ആ സുപ്രഭാതത്തിൽ സ്വർഗീയ തീരത്തെത്തിയാൽ അവിടെ കരച്ചിലില്ല, അവിടെ തേങ്ങലുകളില്ല, അവിടെ നെടുവീർപ്പുകളില്ല. നെടുനിശ്വാസവും ഒന്നും ആർക്കുമില്ല നെടുവീർപ്പുകൾ, ആർക്കുമില്ല വിഷാദങ്ങൾ. അവിടെ സുശോഭനമായ സുപ്രഭാതത്തിൻ്റെ സൗന്ദര്യ വിശേഷം മാത്രമേ ഉള്ളൂ. അവിടെ ആനന്ദാതിരേകം മാത്രമേ ഉള്ളൂ, അവിടെ പ്രസന്നത മാത്രമേ ഉള്ളൂ, അവിടെ തെളിമ മാത്രമേ ഉള്ളൂ. അവിടെ വിഷാദമില്ല, അവിടെ മൂകതയില്ല, അവിടെ ദുഃഖ ഛായയില്ല, അവിടെ മ്ലാനതയില്ല, അവിടെ രോഗമില്ല, അവിടെ അഭിപ്രായ വ്യത്യാസമില്ല, അവിടെ ഭിന്നതയില്ല. സ്വർഗതീരം അതിമനോഹരം. ഈ സ്വർഗതീരത്തിൻ്റെ മനോഹാരിത അത് ശരിക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം സുപ്രസിദ്ധ മലയാള കവിയായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹം ഇപ്രകാരം പാടി: മരണപ്പുഴയിലെ വേലിയേറ്റം ഒരു ദിനം നമ്മെയും കൊണ്ടുപോകാം. സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ അദ്ദേഹം എഴുതിയതാണ്: മരണപ്പുഴയിലെ വേലിയേറ്റം ഒരു ദിനം നമ്മെയും കൊണ്ടുപോകാം. പ്രിയതമം സർവവും വേർപിരിഞ്ഞ്, പ്രിയപ്പെട്ടതായ പ്രിയം തരുന്നതായ പ്രിയതമം സർവവും വേർപിരിഞ്ഞിട്ട് ഒരു വെറും ശൂന്യത ബാക്കിയാവാം. പ്രിയപ്പെട്ടതെല്ലാം വേർപിരിഞ്ഞ് ശൂന്യതയായിരിക്കും ബാക്കിയായി കിട്ടുന്നത്. നിയതിയും നമ്മളും തമ്മിലുള്ള നിഖിലബന്ധങ്ങളും അറ്റുപോകാം. നീതിയും നാമും തമ്മിൽ, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ളതായ നിയതമായ ബന്ധങ്ങൾ, വ്യക്തമായ ബന്ധങ്ങൾ എല്ലാം അറ്റുപോയിട്ട് മനുഷ്യൻ ആ പെരിയ ജീവിത സാഗരത്തിൻ്റെ വേലിയേറ്റത്തിൽ മറഞ്ഞുപോയി എന്ന് വരാം. അവിടെ എല്ലാം തീരും, എല്ലാം വേർപിരിയും, ഒരു ശൂന്യത മാത്രം ബാക്കിയാകും എന്ന് നിരാശയോടെ ആ കവി പറയുകയുണ്ടായി. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിരാശയ്ക്ക് ആവശ്യമില്ല എന്ന് തിരുവചനം പറയുന്നു. നിരാശപ്പെടേണ്ട കാര്യമില്ലെന്ന് പറയുന്നു. മരണത്തിന് ശേഷം ഒരു സ്വർഗമുണ്ട്. എല്ലാവരും അവിടെ എത്തുകയില്ല, എല്ലാവരും ആ സ്വർഗത്തിൽ എത്തുകയില്ല. സ്വർഗത്തിൽ എത്തണമെങ്കിൽ ഇവിടെ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നാം സ്വർഗത്തിൽ എത്തേണ്ടതിനുള്ള ജീവിതം നയിക്കേണ്ടിയിരിക്കുന്നു. സ്വർഗീയ സൗഭാഗ്യത്തിൽ എത്തേണ്ടതിനുള്ള ജീവിതം ഇവിടെ വെച്ച് നാം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അതാണ് സാത്താൻ്റെ ബന്ധനം അഴിയുക എന്ന് പറയുന്നത്. ആ അനുഭവമാണ് പിശാചിൻ്റെ ബന്ധനം അഴിയുക എന്ന് പറയുന്നത്. ആ അനുഭവമാണ് പാപത്തിൻ്റെ കുരുക്കുകൾ അഴിഞ്ഞു കിട്ടുക എന്ന് പറയുന്നത്. പാപത്തിൻ്റെ ബന്ധനം അഴിയണം. നാം ഓരോരുത്തരും തിരിഞ്ഞു നോക്കുമ്പോൾ പലതും ചെയ്തു തീർത്തില്ല എന്നുള്ള ദുഃഖത്തോടെ ആയിരിക്കുമോ കടന്നു പോകേണ്ടി വരിക. പലതും ചെയ്തു തീർത്തില്ല എന്ന് സിസിൽ റോഡ്സ് എന്ന് പറയുന്ന ഒരു മഹാനെക്കുറിച്ച് ഞാൻ വായിച്ചു. അദ്ദേഹം 50-ാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത്. ബ്രിട്ടീഷ് ആധിപത്യം സൗത്ത് ആഫ്രിക്കയിൽ, ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിക്കുന്നതിനും ആധിപത്യം സ്ഥാപിക്കുന്നതിനും വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. അവിടെ സൗത്ത് ആഫ്രിക്കയിൽ വലിയൊരു വജ്രശേഖരം അദ്ദേഹം കണ്ടെത്തി. ഒട്ടേറെ വജ്രം, വിലതീരാത്ത വജ്രം
അവിടെ ശേഖരം കണ്ടെത്തി. അദ്ദേഹം അതെല്ലാം സ്വരുക്കൂട്ടി ധാരാളം സമ്പാദിച്ചു. അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, വളരെ സുപ്രസിദ്ധമായ വാക്യം ഞാൻ കുറിച്ച് വച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സോ ലിറ്റിൽ ഡൺ, സോ മച്ച് ടു ഡു. ഞാൻ വളരെ കുറച്ചേ ചെയ്തുള്ളൂ, ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. സോ ലിറ്റിൽ ഡൺ, സോ മച്ച് ടു ഡു. ഒട്ടേറെ ഇനിയും ചെയ്യാനുണ്ട്, പക്ഷേ ഞാനിതാ തീരുകയാണ്. മരണത്തോടടുത്തപ്പോൾ ദുഃഖത്തോടെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്ന മഹാനായ ഒരു ഇംഗ്ലീഷ് കവിയുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റ് യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു ഭാഗത്ത് ചെന്നപ്പോൾ മനോഹരമായി പടർന്ന് പന്തലിച്ച് നല്ല പച്ച നിറത്തിൻ്റെ ആ ശോഭയിൽ തിളങ്ങുന്നതായ പച്ച പുതച്ച് നിൽക്കുന്നതായ വനമേഖലകൾ അദ്ദേഹം കണ്ടു. റോഡരികിൽ ആ സകലം നിൽക്കുന്ന വനങ്ങളിലേക്ക് നോക്കി അദ്ദേഹം കുതിരപ്പുറത്തും താഴെ ഇറങ്ങി. അദ്ദേഹം അതിലേക്ക് നോക്കിക്കൊണ്ട് കുറേ നേരം നിന്നു. മനോഹരമായ ഭൂഭാഗങ്ങൾ, പ്രകൃതിയുടെ സുന്ദര ദൃശ്യങ്ങൾ, സുന്ദരമായ കാഴ്ചകൾ, മനോഹരമായ പ്രകൃതി ലാവണ്യം, അത് ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം ഏറെ നേരം നോക്കി നിന്നു. പെട്ടെന്ന് അദ്ദേഹം ഓർത്തു. അദ്ദേഹം പറയുകയാണ്, ദ വൂഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്. നല്ല മനോഹരമായ വനമേഖലകൾ, നല്ല മനോഹരമായ വനങ്ങൾ. ദ വൂഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്. നല്ല ഇരുണ്ട വനങ്ങൾ. ഡീപ്പ്, നല്ല നിബിഡമായി വൃക്ഷങ്ങൾ വളരുന്ന വനങ്ങൾ. നല്ല ഇരുണ്ട വനങ്ങൾ. ഡീപ്പ്, നല്ല നിബിഡമായി വൃക്ഷങ്ങൾ വളരുന്ന വനങ്ങൾ. ദ വൂഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ആൻഡ് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ്. പക്ഷേ എനിക്ക് കുറേയേറെ കാര്യങ്ങൾ ഞാൻ പരിരക്ഷിക്കേണ്ടതുണ്ട്. പ്രോമിസസ് എനിക്കുണ്ട്, ചെയ്യേണ്ട ജോലികൾ എനിക്കുണ്ട്, ഞാൻ തീർക്കേണ്ട ജോലികൾ എനിക്കുണ്ട്. ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ്. ഞാൻ ചെയ്യേണ്ട ചില ചുമതലകൾ എനിക്കുണ്ട്. ദ വൂഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ആൻഡ് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഞാൻ ഉറങ്ങുന്നതിന് മുൻപ് എനിക്കിനിയും മൈലുകൾ താണ്ടി കടക്കേണ്ടിയിരിക്കുന്നു. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. സഹോദരങ്ങളെ, ചെയ്യേണ്ടത് ചെയ്തില്ല എന്നുള്ള ആ ബോധ്യത്തോടെ അദ്ദേഹം വേഗം കുതിരയുടെ പുറത്ത് ചാടിക്കയറി ദ്രുതഗതിയിൽ അദ്ദേഹം യാത്ര ചെയ്തു എന്നാണ് ആ കവിതയുടെ ശീലുകളുടെ അർത്ഥം പിൽക്കാലത്ത് ഞാൻ വായിച്ചത്. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് നിങ്ങളിൽ പലരുടെയും മനസ്സിലുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വില്യം കേറി എന്ന് പറയുന്ന മഹാനായ ആ സുവിശേഷകൻ, മിഷണറി വീരനായ വില്യം കേറി, അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് നമ്മുടെ ഈ ഭാരതഭൂമിയിൽ വന്നു. ഇവിടെ വന്ന് ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. വളരെയേറെ ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്തു. അദ്ദേഹം ഇന്ത്യൻ ഭാഷയിലേക്ക് വേദപുസ്തകം പരിഭാഷപ്പെടുത്തി. പല ഭാഷകൾ അദ്ദേഹം പഠിച്ചു. ആ ഭാഷകളിൽ നല്ല ജ്ഞാനിയും പണ്ഡിതനുമായി തീരുകയും ചെയ്തു. എന്നിട്ട് തിരുവചനം, വേദപുസ്തകം അദ്ദേഹം ഭാരതീയ ഭാഷകളിലേക്ക് പലതിലേക്കും തർജ്ജമ ചെയ്തു. ബംഗാളി ഭാഷയിലേക്ക് വേദപുസ്തകം തർജ്ജമ ചെയ്ത് അദ്ദേഹം പൂർത്തീകരിച്ച ദിവസം അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചതും ഞാൻ ആശ വെച്ചതുമായ സകല പ്രവൃത്തികളും പൂർത്തീകരിച്ചു. ഇനി എനിക്ക് വിശ്രമിക്കാം. കർത്താവേ, എന്നെ നീ അങ്ങ് സ്വീകരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചു. അദ്ദേഹം അങ്ങനെ സമർപ്പിച്ചു. അദ്ദേഹം ഹൃദയം കർത്താവിലേക്ക് ഏൽപ്പിച്ചു. മുഖം പ്രസന്നമായി ശോഭിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം അവസാനമായി കണ്ണടച്ചു. അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ലേഖനത്തിൽ, തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് ശ്ലീഹ പറയുന്നത്, നിൻ്റെ ശുശ്രൂഷ നിർബടിയായി നിവർത്തിക്കുക എന്നാണ്. ഇംഗ്ലീഷ് ബൈബിളിലത് നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. നീ ഒന്നും പൂർത്തീകരിക്കാതിട്ടേക്കരുത്. നിൻ്റെ ശുശ്രൂഷ നിർബടിയായി നിവർത്തിക്കുക. നത്തിങ് ബി ലെഫ്റ്റ് അൺഡൺ. പൂർത്തീകരിക്കാതെ ഒന്നും ഇട്ടേച്ച് പോകരുത്. ഇത് തീമോഥെയോസിനുള്ള ഉപദേശമാണ്. തൻ്റെ ശിഷ്യനും ആത്മാവിൽ തൻ്റെ മകനുമായ തീമോഥെയോസിന് അവസാനമായി കൊടുക്കുന്ന ഉപദേശമാണ്. എന്നിട്ട് പറയുകയാണ്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണകാലം അടുത്തു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. എന്തോ ഒരു പ്രത്യാശ
സഹോദരങ്ങളെ, താത്വിക ശ്രേഷ്ഠനും ദാർശനിക പ്രമുഖനുമായ സെൻറ്റ് പോൾ അന്നത് എഴുതി വെച്ചു. ഇന്ന് ജീവിക്കുന്ന സാധാരണക്കാരായ നമുക്ക് അത് ആവേശം പകരുന്നൊരു വാക്യമായി നിൽക്കുന്നു. അന്നത്തെ തത്വചിന്താമേതരമായ ആലോചനകളുടെ ഭംഗിയിൽ ദൈവദാസൻ അക്കാര്യം പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസമുള്ള സെൻറ്റ് പോൾ, അന്നത്തെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുള്ള സെൻറ്റ് പോൾ, പ്രൊഫസർ ഗമാലിയേലിൻ്റെ അരിമശിഷ്യനായ സെൻറ്റ് പോൾ അന്നത് പറഞ്ഞു വെച്ചു. ഗ്രീക്ക് ഫിലോസഫി മുഴുവൻ പഠിച്ച സെൻറ്റ് പോൾ അന്നത് പറഞ്ഞു വെച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വലിയ പാണ്ഡിത്യമോ പ്രകർഷമോ ഒന്നുമില്ലാത്ത സാധാരണക്കാരായ നമുക്ക് ഇന്നിത് കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനിതാ പാനീയമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. എൻ്റെ നിര്യാണ കാലം അടുത്തു. ഇതാ ഞാൻ തീരാൻ പോവുകയാണ്. എൻ്റെ മരണം അടുത്തു. എൻ്റെ നിര്യാണ കാലം അടുത്തു. ഞാനിതാ പാനീയമായി ഒഴിക്കപ്പെടാൻ പോകുന്നു. ഞാൻ നല്ല പോർ പൊരുതു. ഞാൻ ഓട്ടം തികച്ചു. ഞാൻ വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. എൻ്റെ സഹോദരങ്ങളെ, ആ ഏവർക്കും എന്നുള്ളതിൽ ഈ ഇന്ന് ജീവിക്കുന്ന നമ്മെ കൂടി അപ്പോസ്തലൻ മുൻകൂട്ടി കണ്ടു. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ഏവർക്കും കൂടെ എന്ന് പറഞ്ഞതിൽ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. സഹോദരങ്ങളെ, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്വർഗീയ സദസ്സിൻ്റെ ആ മധ്യത്തിലേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? സ്വർഗീയ സമ്മേളനത്തിൻ്റെ ആ മനോഹരമായ ആ അനുഗ്രഹീതമായ കൂട്ടത്തിലേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നല്ല പോർ പൊരുതു എന്ന് പറയുവാൻ, ഓട്ടം തികച്ചു എന്ന് പറയുവാൻ, വിശ്വാസം കാത്തു എന്ന് പറയുവാൻ, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നതെന്ന് അപ്പോസ്തലനോട് ചേർന്ന് പറയുവാൻ, പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ആശ വെച്ചിരിക്കുന്നവരാണോ? നമ്മുടെ ജീവിതം അതിന് തക്കതുപോലെ വിശുദ്ധീകരിക്കുന്നുണ്ടോ? ഇന്ന് വളരെ വളരെ ഗൗരവമായി നിങ്ങളുടെ സ്നേഹത്തോട് ചോദിക്കുകയാണ്, സ്വർഗം എന്താണ്? ഈ സ്വർഗത്തിൽ കടന്നു ചെല്ലാൻ ഞാൻ സ്വർഗീയനായി മാറിയോ? സ്വർഗം തീക്കട്ടയാണ്, സ്വർഗം തീയാണ്. തീയായ സ്വർഗത്തിൽ എനിക്ക് തീയായി മാത്രമേ കടന്നു ചെല്ലാൻ പറ്റൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ തീയായില്ലെങ്കിൽ ആ തീയിൽ ഞാൻ ചെന്നാൽ ഞാൻ കരിഞ്ഞു പോകും, സംശയമില്ല. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, ദൈവം ആരെയും നരകത്തിലേക്ക് തള്ളിക്കളയുന്നില്ല, ആരെയും നരകത്തിലേക്ക് ദൈവം ഉപേക്ഷിച്ച് കളയുന്നില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം കരുണയോടെ നമ്മെ മാടി വിളിക്കുകയാണ്. ജീവനുള്ള ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് കരിക്കട്ടയായി നമ്മെ തീക്കട്ടയാക്കി മാറ്റാൻ ആ സ്വർഗീയ തീക്കനോട് ചേർത്ത് വെച്ച് ഈ കരിക്കട്ടയെ ഊതിപ്പിടിപ്പിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഈ വചനങ്ങളെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ നിങ്ങൾ തന്നെ ശോധന ചെയ്യൂ. ഈ സ്വർഗത്തിന് തീക്കട്ടയോട് ചേരുന്ന ഒരു കരിക്കട്ടയായി ഞാൻ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടോ? എന്നെ ഊതിപ്പിടിപ്പിച്ച് എന്നെ തീയാക്കി മാറ്റുവാൻ കർത്താവ് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന്, പരിശുദ്ധാത്മാവിൻ്റെ അത്യധ്വാനം എൻ്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് നിങ്ങളിപ്പോൾ അറിയുന്നുണ്ടോ? ആ സ്നേഹനിധിയായ ക്രിസ്തു നിങ്ങളെ തേടി വന്നിരിക്കുകയാണ്. അവൻ നിങ്ങൾക്ക് അതിനു വേണ്ടി കൊടുത്ത വില എന്താണെന്ന് അറിയാമോ? നിങ്ങൾ തീക്കനലാക്കാൻ അവൻ കൊടുത്ത വില, അവൻ ജീവനുള്ള ക്രിസ്തു തൻ്റെ ജീവൻ്റെ രക്തം ചിന്തി എന്നുള്ളതാണ്. തൻ്റെ ദിവ്യ ജീവൻ അവൻ ക്രൂസിൽ അർപ്പണം ചെയ്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അവൻ വന്നത് ജീവിക്കാനല്ല, അവൻ വന്നത് മരിക്കാനാണ്. തൻ്റെ ജനത്തെ പാപങ്ങളെ രക്ഷിപ്പാൻ അവൻ വന്നു. അവൻ മരിക്കാനായി പിറന്നു. ദൈവത്തിന് സ്തോത്രം. മരിക്കാനായി ജനിച്ചു. സഹോദരങ്ങളെ, നാം എല്ലാം ജീവിക്കാനായി ജീവിച്ചു. എന്നാൽ യേശുവോ മരിക്കാനായി ജീവിച്ചു, മരിക്കാനായി ജനിച്ചു, മരിക്കാനായി അവിടുന്ന് തൻ്റെ ദൗത്യം അത് ഏറ്റെടുത്തു. അവിടുന്ന് ക്രൂസിലെ മരണത്തോളം തന്നെ താഴ്ത്തി. ക്രൂസിലെ മരണം അവിടുന്ന് സ്വയമേ ഏറ്റെടുത്തു. എൻ്റെ മരണം ഒഴിവാക്കി തരാൻ നാം പ്രാർത്ഥിക്കും. മോറാനീശുമിശിഹ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായിട്ട് നിൻ്റെ സ്നേഹം നിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ദൈവത്തെ തന്നെ ഈ പാപിയായ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന്
ഇന്ന് സ്നേഹിതരെ, നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്ന ഈ സ്നേഹത്തെ നിങ്ങൾ കാണുക. ആ സ്നേഹനിധിയെ നിങ്ങൾ സമീപിക്കുക. അവൻ്റെ പാദത്തിൽ നിങ്ങൾ വീഴുക. അവൻ്റെ തൃപ്പാദത്തിൽ നിങ്ങളെ തന്നെ അടിയറ വയ്ക്കുക. അവൻ്റെ പാദപീഠത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അവനോട് നിങ്ങൾക്ക് വാക്ക് പറയാം, നാഥാ, നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു, നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു, നിന്റെ ദിവ്യ ജീവൻ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചു, ഞങ്ങളെ തീക്കട്ടയാക്കാൻ അവിടുന്ന് ക്രൂസിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. സ്വർഗത്തിലെ നിത്യനായ ദൈവത്തിൻ്റെ പാപത്തോടുള്ള കോപത്തിയിൽ നീ വെന്തെരിഞ്ഞ് തീക്കട്ടയായി, തീക്കനലായി ഞങ്ങളെ സമീപിച്ചിരിക്കുന്നു കർത്താവേ. സ്വർഗത്തിലെ ജീവനുള്ള പിതാവായ ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ വെന്തെരിഞ്ഞ സ്വർഗീയ തീക്കനലേ, നീ എൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്ന ഈ സമയത്ത് ഈ കരിക്കട്ടയായി എന്നെ നീ തീയാക്കി മാറ്റണമേ, തീക്കനലാക്കി മാറ്റണമേ. എന്നെ തീ ഊതി പിടിപ്പിക്കണമേ, എന്നെ തീയാക്കി മാറ്റണമേ, തീജ്വാലയാക്കി മാറ്റണമേ. തീയുടെ ശക്തി എന്നിൽ പ്രസരിക്കണമേ, തീയുടെ ചൂടനിൽ വരണമേ. നാഥാ, ഇന്ന് എൻ്റെ പാപങ്ങളെല്ലാം കത്തിപ്പോകുമാറാകണമേ, എൻ്റെ ദുസ്വഭാവങ്ങൾ കത്തിപ്പോകുമാറാകണമേ, എൻ്റെ ദുശ്ശീലങ്ങൾ കത്തിപ്പോകുമാറാകണമേ, എൻ്റെ ദുഷ്പ്രവണതകൾ കത്തിപ്പോകുമാറാകണമേ. ഞാൻ പുതിയ മനുഷ്യനായി തീരണമേ, ഞാൻ പുതിയ സൃഷ്ടിയായി തീരണമേ. സമർപ്പിക്കുവീൻ ദൈവജനമേ, ദൈവത്തോട് വാക്ക് പറയുവീൻ ദൈവജനമേ. യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. യേശുവിനോട് പറയുവീൻ, യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. യേശുവിനോട് പറയുവീൻ, യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, നിന്റെ ഈ പ്രിയ മക്കളെ അവിടുന്ന് വാഴ്ത്തിയതിനായി നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട എല്ലാവരുടെ മേൽ നിന്റെ തീ ഇറങ്ങിയതിനായി നന്ദിയോടെ സ്തോത്രം. തീയുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ട എല്ലാവരുടെ മേലും അവിടുത്തെ ആത്മാവ് വന്നുകൊണ്ടിരിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.